നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത ചൂട് തന്നെയാണ്. അതോടൊപ്പം വലിയൊരു പ്രശ്നം നമുക്ക് നേരെ വരുന്നത് സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ദൈനംദിനം വഷളാവുന്നു. ചൂട് കനത്തതോടെ അപകടകാരികളായ മൃഗങ്ങൾ കാടിറങ്ങുന്നു. വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും വെല്ലുവിളി കൂടിക്കൂടി വരികയാണ്. വിവിധയിടങ്ങളിൽ ഇന്നുമുണ്ടായി വന്യജീവി ആക്രമങ്ങൾ. വയനാട്ടിലും പത്തനംതിട്ടയിലും കാട്ടാനയെങ്കിൽ തൊടുപുഴയിലും പാലപ്പിള്ളിയിലും പുലിയാണ് ഭീതി വിതച്ചത്. ഒരു വശത്ത് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെടുന്ന നാട്ടുകാർ, മറുവശത്ത് മൃഗസ്നേഹികൾ. ഇവർക്കിടയിൽ നിസ്സഹായരായി അധികൃതരും. കാടിറങ്ങി വരുന്ന വന്യതയെ ഭയന്ന് ജീവിക്കുകയാണ് ഒരു നാടൊന്നാകെ. വയനാട്ടിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരുക്കേറ്റു. ചേകാടി കുണ്ടുവാട് കോളനി സ്വദേശികളായ കാളന് നട്ടെല്ലിനും വാരിയലിനുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കാളൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ടാപ്പിംഗ് തൊഴിലാളികളാണ് പുലർച്ചെ റബ്ബർ തോട്ടത്തിലിറങ്ങിയ കാട്ടാനകളെ കണ്ടത്. ഇന്നലെ രാത്രിയോടെയാണ് തൃശൂർ പാലപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടത്. കഴിഞ്ഞ ദിവസം സമീപത്ത് ചക്കിപ്പറമ്പിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. പശുവിനെ ആക്രമിച്ച പുലിയാണ് ദൃശ്യത്തിൽ പതിഞ്ഞതെന്നാണ് വിലയിരുത്തൽ. പുലി റോഡ് മുറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഇടുക്കി ഇല്ലിജാരിയിൽ ഇന്നലെയാണ് വീണ്ടും പുലി ഇറങ്ങിയത്. 2 മാസമായി പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. വനംവകുപ്പ് വീണ്ടും ഇവിടെ കൂട് സ്ഥാപിച്ചു. കൊല്ലം തെന്മല ഫോറസ്റ്റ് റേഞ്ചിൽ നാഗമലയിലാണ് പുള്ളിപ്പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി സമീപത്ത് ഒരാളെ പുലി ആക്രമിച്ചിരുന്നു. എന്നാൽ ഇതേ പുലിയാണോ ചത്തത് എന്നത് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലി ചത്തതിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വയനാട് പനമരം അമ്മാനിയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് അമ്മാനി പാറവേൽ ജയരാജന്റെ വീടിനോട് ചേർന്നുള്ള കാപ്പിത്തോട്ടത്തിൽ കാട്ടാന എത്തിയത്. തെങ്ങ് കുത്തിമറിച്ചിടുന്നതിനിടെ വൈദ്യുതി കമ്പി പൊട്ടിവീണ് ഷോക്കേൽക്കുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ചാണ് കാട്ടാനയുടെ ജഡം ഉയർത്തിയത്. അമ്മാനി, നീർവാരം തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം സ്ഥിരമെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 10-12 വർഷമായി. ഇത് ഇവിടുത്തെ DFO മുതൽ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതിൽ വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരം വരുന്ന ആനയാണ് ഇത്. ഇതിൽ കൂടെ തന്നെ പാസ് ചെയ്യുന്നതാണ്. എന്നും വരുന്നവരാണ് ഇത്. അതിൻ്റെ മുന്നേ കുറച്ച് മുമ്പ് തന്നെ അപ്പുറത്തും ഒരു 4-5 പോയി എന്ന് പറഞ്ഞതാണ്. ഇന്ന് രാവിലെയാണ് മണ്ഡല ഏരിയ കൂടെ തന്നെ ഒരു 4 കടന്നുപോയത്. ന്യൂസ് ഡെസ്ക് 24. കാടിറങ്ങി വരുന്ന വന്യജീവികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാവം ജനങ്ങൾ. പല സ്ഥലത്തും മലയോര മേഖലയ്ക്കടുത്തുള്ള വനപ്രദേശങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതിനുള്ള പരിഹാരം എന്തെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. 24 അവരുടെ പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയൊക്കെയായിരുന്നു. ശരിക്കും അവിടെ പിന്നെ അവർക്ക് ഭക്ഷിക്കാനുള്ള ഫുഡും അതുപോലെ തന്നെ അതായത് മരങ്ങളും അവർക്ക് കുടിക്കാനുള്ള വെള്ളങ്ങളും തോടുകളൊക്കെ അവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നാട്ടിലേക്ക് വന്ന് ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ ഈ വന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മാറ്റത്തിരുത്തലിന് വിധേയമാക്കിക്കൊണ്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിൽ സ്റ്റേറ്റിൻ്റെ അതിൻ്റെതായ ഇത് പരമാധികാരം കൊടുക്കുന്ന ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ വേണം. ആ കാട് തന്നെ കുടിക്കാനുള്ള വെള്ളങ്ങളും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ സുഖമായിട്ട് അവിടെ നിൽക്കും. അവിടെ കുടിവെള്ളമില്ല, ഭക്ഷണം ഇല്ലാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അതേപോലെ വലിയ സംവിധാനം ചെയ്യുന്നത് വലിയ കുളകന്മാരും വലിയ തിന്നാനുള്ള എല്ലാ സാധനം ഉണ്ടാക്കിയാൽ വരില്ല. അതിന് ഭക്ഷണം കഴിക്കാനുള്ള മരങ്ങൾ വെക്കുക, പ്ലാവ് പോലത്തെ പ്ലാവ് വെക്കുക, പിന്നെ കുറേ വെള്ളം ഉണ്ടാക്കുക, കുഴികളൊക്കെ വെച്ച് വെള്ളം വെക്കുക. ഒന്നാമത്തെ ഒരു വെള്ളമില്ല, വെള്ളം പറ്റിയ ദിവസം കടൽ ഇങ്ങനെ ഇറങ്ങുന്നത്. വന്യജീവികളെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേറൊരു നല്ല സ്ഥലം താമസിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർക്ക് അതിൻ്റെ ശല്യം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് കിട്ടാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അത് നമ്മൾ തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് ഇതിന് കാരണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വന്യജീവികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമെന്ന് വെച്ചാൽ അത് ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറി കൊടുക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് അതൊക്കെ എന്തെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. വന്യമൃഗങ്ങൾ കാടിറങ്ങി വരികയാണ്. സാധാരണ ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയും
മൃഗസ്നേഹികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കും. അതേസമയം ഇവരുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം കൊടുക്കുമെന്നൊരു ചോദ്യം ബാക്കിയാകുന്നു.